അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അളീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ കൺമുന്നിൽ ഒരു അപകടം കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് രോഗത്തിൻ്റെ വേദന കാരണം പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്. 4-5 വയസ്സുള്ള നമ്മുടെ കുട്ടി മുറ്റത്ത് കളിക്കുന്ന സമയത്ത് നിലത്ത് വീണ് കാലിൽ മുറിവായാൽ അവൻ വേദന കൊണ്ട് കരഞ്ഞ് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വികാരനിർഭരമായ നിമിഷങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയത്തിനൊരു വേദന, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ചില ഹൃദയങ്ങളുണ്ട്, എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ലോലമാവാത്ത, നനയാത്ത ചില ഹൃദയങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എത്ര ഹൃദയസ്പർശിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ. ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം കാരണത്താൽ, അതിൻ്റെ മാഹാത്മ്യം കാരണത്താൽ അത് തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖ്വാ ജുന്ദില്ല, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പർവ്വതങ്ങൾ. അപ്പം ഇന്ന് ഈ കോറി പർവ്വതങ്ങൾ പൊട്ടിക്കുന്നതും കോറി ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. വലിയ ബോംബുകൾ വെച്ചിട്ടാണ് പർവ്വതത്തിൻ്റെ ഒരു ചെറിയ കഷ്ണങ്ങൾ പോലും ഇളക്കിയെടുക്കുന്നത്. അത്രയും ശക്തമാണ് പർവ്വതം. എന്നാൽ ഈ ഖുർആൻ അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ ഗാംഭീര്യം കാരണം പർവ്വതം തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിക്കുമ്പോൾ പ്രവാചകൻ ഒട്ടകപ്പുറത്താണ് എങ്കിൽ ഈ വഹീൻ്റെ ഭാരം കാരണം ഒട്ടകത്തിൻ്റെ കാലുകൾ താഴ്ന്നു പോകുമായിരുന്നു, ഒട്ടകത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പം അത്രയും ഹൃദയസ്പർശിയായ, അത്രയും ഗാംഭീര്യവും മാഹാത്മ്യവുമുള്ള ഈ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോഴും അതിലെ ആശയങ്ങൾ ബോധ്യപ്പെടുമ്പോഴും അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുമ്പോഴും നനയാത്ത, അതുപോലെ തന്നെ കുലുങ്ങാത്ത ഹൃദയങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് വർഷങ്ങളായി ചെറിയ തുള്ളികൾ ഇങ്ങനെ ഒറ്റുന്നുണ്ടാകും. ഒരു പക്ഷേ അതൊരു പാറപ്പുറത്തേക്ക് ഒറ്റുന്നുണ്ടാകും. ഒരു തുള്ളിയാണ് ഒറ്റുന്നത് എങ്കിലും വർഷങ്ങളായി അതൊറ്റിയാൽ ഒരു ചെറിയ സ്വാധീനം ആ പാറയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര ഖുർആൻ്റെ ആശയങ്ങൾ കേട്ടാലും, എന്തെല്ലാം നന്മകൾ കേട്ടാലും, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചാലും
ഹൃദയം കുലുങ്ങാത്ത, നനയാത്ത, വേദനിക്കാത്ത ചില ഹൃദയങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. പിന്നീട് അവരുടെ ഹൃദയം കടുത്തുപോയി, അത് കല്ലിനോളം കടുത്തു, അല്ല ഔ അശദ്ദു ഖസ്വ, കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയങ്ങളുണ്ട്. കല്ലുകളിൽ ചിലത് പൊട്ടി അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാറുണ്ട്. വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ മുകളിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വരുന്ന കല്ലുകളുണ്ട്. എന്നാൽ ആ കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുവാൻ, ഒന്ന് സ്വയം വിലയിരുത്തുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നിലകൊള്ളുന്ന ഈ പരിശുദ്ധ റമളാൻ, ഇത് ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. നമുക്ക് നമ്മയൊന്ന് ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു നമുക്ക് നൽകിയ കാരുണ്യത്തിൻ്റെ മാസമാണ് പരിശുദ്ധ റമളാൻ. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയേണ്ട, നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? പല വിശദീകരണങ്ങളും കാണാം. അതിൽ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലി അന്നഹാ യഗ്ഫിറുദ്ദുനൂബ, അത് പാപങ്ങളെ മായ്ച്ചു കളയുന്ന മാസമാണ്. ബിൽ അഅ്മാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ കൊണ്ട് പാപങ്ങളെ മായ്ച്ചു കളയേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ്. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. വീണ്ടും തെറ്റ് ചെയ്താൽ വീണ്ടും കറുത്ത പുള്ളി വീഴും. ചില ആളുകളുടെ ഹൃദയം തെറ്റുകൾ ചെയ്ത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ഹൃദയം കറുത്തുപോയ അവസ്ഥ, ഹൃദയം കറപിടിച്ച അവസ്ഥ ചില ആളുകളുടെ ഹൃദയത്തിനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കറുത്തുപോയ ആ കറപിടിച്ച, ആ കറപുരണ്ട ഹൃദയത്തെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കുവാൻ, നമുക്കൊന്ന് ശുദ്ധീകരിക്കുവാനുള്ള മാസമാണ് ഈ റമളാൻ എന്ന് പറഞ്ഞാൽ. ആ ഹൃദയത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അസ്ലം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. വല്ലാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥയിലാണ് അദ്ദേഹം വരുന്നത്. ചെയ്തു പോയ ഏതോ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെയൊന്ന് ശുദ്ധീകരിക്കണം, റസൂലെ എന്നെയൊന്ന് കഴുകി വൃത്തിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക് ഇർജ, മാഇസേ നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, നീ ഇസ്തിഗ്ഫാർ നടത്ത്, നീ അള്ളാഹുവിനോട് തൗബ ചോദിക്കും. അപ്പം അദ്ദേഹം കുറച്ചിങ്ങനെ ദൂരത്തേക്ക് നടന്നു പോയിട്ട് റസൂലിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും അതേ ചോദ്യം, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെയൊന്ന് ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹി അതേ മറുപടി, വൈഹക് ഇർജ വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, മാഇസേ നീ തിരിച്ചു പോ, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്ക്, അവനോട് തൗബ ചെയ്യ്. അപ്പം ചെയ്തു പോയ തെറ്റിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം, ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് സ്വഹാബി ആവശ്യപ്പെടുന്നത്. അദ്ദേഹം വീണ്ടും നടന്നുപോയി, വീണ്ടും പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു. 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ 4ാം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീമ ഉത്വഹിറുക്, മാഇസേ എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധിയാക്കേണ്ടത്? ഇത്ര തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, നിന്റെ ഹൃദയത്തെ ഇത്രയധികം വേട്ടയാടുന്ന എന്ത് തെറ്റാണ് മാഇസ്? ഫീമ ഉത്വഹിറുക്,
എന്തിൽ നിന്നാണ് നിന്നെ ഞാൻ ശുദ്ധീകരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മിനസ്സിന. റസൂലെ, വ്യഭിചരിച്ചു പോയി. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം ഒരന്യ സ്ത്രീയുമായി സംഭവിച്ചു, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലണം എന്നാണ് മഹാനായ സ്വഹാബി വന്ന് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അബിഹി ജുനൂൻ, മായിസിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? മാനസിക നില തെറ്റി അങ്ങനെ ഒരു സംസാരമാണോ? സ്വഹാബത്ത് പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ. അല്ല റസൂലെ, മായിസിന് ഭ്രാന്ത് ബാധിച്ചിട്ടില്ല. അശ്ശരിബ ഖംറ, സ്വഹാബ, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ച് ബോധമില്ലാത്ത സംസാരമാണോ? ഒരു സ്വഹാബി ഇങ്ങനെ മണത്തു നോക്കിയിട്ട് പറഞ്ഞു, ആ രൂപത്തിലുള്ള ഗന്ധമൊന്നും മായിസിൽ നിന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആവർത്തിച്ചു, അസനൈത്, മായിസേ, നീ വ്യഭിചരിച്ചോ? എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന മായിസ്, അസനൈത്, നീ വ്യഭിചരിച്ചോ മായിസ്? നഅം യാ റസൂലല്ലാഹ്, അതെ റസൂലെ, വ്യഭിചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊരു കുഴി കുഴിക്കാൻ പറയുകയും മായിസ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ഇറക്കി നിർത്തുകയും കല്ലെറിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത് 4 ആൾ കണ്ടപ്പോൾ ഒച്ചമ്പലുണ്ടാക്കി റസൂലിൻ്റെ അരികിലേക്ക് വന്നതോ, അല്ലെങ്കിൽ പോലീസും പട്ടാളവും പിടിച്ച് ഇങ്ങനൊരു രക്ഷയില്ല, പ്രവാചകൻ്റെ അരികിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞ് വന്നതോ അല്ലല്ലോ. ആരും അറിയാതെ ചെയ്ത ഒരു തെറ്റ്, ഇനി മാലോകരോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ആരും അറിയാനും പോകാത്ത ഒരു തെറ്റ്. പക്ഷെ ഈ തെറ്റ് പൊറുക്കപ്പെടാതെയാണ്, ഈ തെറ്റ് എൻ്റെ റബ്ബെനിക്ക് പൊറുത്തു തരാതെയാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എൻ്റെ മരണാനന്തര ജീവിതം, റബ്ബിൻ്റെ മുന്നിലുള്ള എൻ്റെ നൃത്തം, അത് ഭീകരമായിരിക്കുമല്ലോ എന്നോർത്തപ്പോൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നുകൊണ്ട് മായിസ് റളിയല്ലാഹു അൻഹു ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. സ്വഹാബത്ത് 2 രൂപത്തിലാണ് സംസാരം. ചില സ്വഹാബത്ത് പറഞ്ഞു, ലഖദ് ഹലക്, മായിസ് നശിച്ചു. നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന മായിസിൻ്റെ കഥയാണോ ഇത്? എന്ത് വലിയ തിന്മയാണ് മായിസ് ചെയ്തത്, മായിസ് നശിച്ചുപോയി. ചില സ്വഹാബത്ത് പറഞ്ഞു, എത്ര ഉന്നതമാണ് മായിസിൻ്റെ തൗബ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ഒന്നും പറഞ്ഞില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷം സ്വഹാബത്തിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ഇസ്തഗ്ഫിറൂ ലിമാഇസ് ഇബ്നു മാലിക്, സ്വഹാബ, മായിസിന് വേണ്ടി നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ നടത്തും. നിങ്ങളുടെ സഹോദരൻ മായിസിന് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തും സ്വഹാബ. സ്വഹാബത്ത് ഒന്നടങ്കം പ്രാർത്ഥിച്ചു, ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക്, അല്ലാഹുവേ, മായിസിന് നീ പുറത്തു കൊടുക്കണമേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബ തൗബതൻ, സ്വഹാബ, മായിസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. മായിസിന്റെ തൗബയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞോ? ലഖദ് താബ തൗബതൻ, മായിസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്ക് അത് വീതിച്ചു കൊടുത്താലും ലവസിഅതുഹും, അത് വിശാലമാണ് സ്വഹാബ. ഈ സമുദായത്തിലെ കോടിക്കണക്കിന് ആളുകൾ ചെയ്ത തിന്മ, ആ തിന്മകൾക്ക് പകരമായി മായിസിന്റെ തൗബ മാത്രമാണ് എടുക്കുന്നത് എങ്കിലും അവരുടെ മുഴുവൻ പാപങ്ങൾ പൊറുത്തു കൊടുത്താലും ആ തൗബ ബാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും ഉന്നതമായ തൗബയാണ് സ്വഹാബ മായിസ് നിർവഹിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടില്ല, മായിസെ, വ്യഭിചരിച്ചാൽ ഒരു പെണ്ണുണ്ടാവുമല്ലോ, അവളാരാ? റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെയും ശുദ്ധിയാക്കണം. ഒരു പോലീസും പട്ടാളവും അവരുടെ വീട്ടിലേക്ക് തിരഞ്ഞു ചെന്നിട്ടില്ല. ഹിജാസിൽ, സൗദി അറേബ്യയിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഗോത്രമാണ് ഗാമിദിയ ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ വന്നുകൊണ്ട് പറയാണ്, റസൂലെ, എന്നെയും ശുദ്ധീകരിക്കണം. പ്രവാചകൻ മായിസിനോട് പറഞ്ഞ അതേ മറുപടി, പെണ്ണെ, തിരിച്ചുപോ, ഇസ്തിഗ്ഫാർ നടത്ത്, തൗബ ചെയ്ത് മടങ്ങ്. ആ പെണ്ണിന്റെ മറുപടി, അറാക തുരീദു അൻ തുറദ്ദിദനി
കമാ റദ്ദത്ത മാഇസ് ഇബ്നു മാലിക്, റസൂലെ മാഇസിനെ തിരിച്ചയച്ചതുപോലെ ഞാൻ തിരിച്ചു പോകുമെന്നാണോ വിചാരിച്ചത്? റസൂൽ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ മാഇസ് റളിയല്ലാഹു അൻഹു കുറച്ച് തിരിച്ചു നടന്നല്ലോ, അതുപോലെ ഞാൻ തിരിഞ്ഞു നടക്കുമെന്നാണോ വിചാരിച്ചത്? ഇന്നഹാ ഹുബിലാ മിനസ്സിന, വ്യഭിചാരത്തിനുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നത്. വ്യഭിചാരത്തിലൂടെയുള്ള കുഞ്ഞ് എൻ്റെ വയറിൽ പിറക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നീ തിരിച്ചു പോ. ഹത്താ വലത്തി, പ്രസവം കഴിയുന്നത് വരെ നീ കാത്തിരിക്കുക. 9 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തെ ഒരു കാലാവധി. ആ പെണ്ണ് തിരിച്ചുപോയി. എന്നിട്ട് തൻ്റെ ചോരപ്പൈതലിനെ ഒരു ചെറിയ തുണിയിലാക്കി പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞുമായി പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു. എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇനി ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇർജിഇ, നീ തിരിച്ചു പോ. ഹത്താ തഫ്തിമീ, എന്നിട്ട് മുലകുടി പ്രായം കഴിഞ്ഞാൽ നീ തിരിച്ചു വാ. 2 വർഷത്തെ 24 മാസത്തെ ഒരു ദൈർഘ്യമേറിയ കാലാവധി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മളൊരു തെറ്റ് ചെയ്താൽ എത്ര വലിയ തെറ്റാണ് എങ്കിലും ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം അതിൻ്റെ ഖേദം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ തോന്നും, ഇതൊക്കെ ഇപ്പോൾ വലിയ തെറ്റാണോ? ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണ തെറ്റല്ലേ? ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ സ്വതക്ക കൊടുക്കണ്ടല്ലോ, ഞാൻ ദിക്റിലുണ്ട്, അതുകൊണ്ടൊക്കെ ഇതൊക്കെ പുറത്തേരില്ലേ? ഒരു തെറ്റ് പൊറുക്കാനും മറക്കാനും പര്യാപ്തമായ കാലഘട്ടം 2 വർഷം. ആ പെണ്ണ് തിരിച്ചു നടന്നു. 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ റൊട്ടി കഷ്ണവും നൽകി അവൾ പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹദായ നബിയല്ലാ, പ്രവാചകരെ, വഖദ് അക്കല ത്വആം, ദാ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള പ്രായമെത്തിയിട്ടുണ്ട്, ഇനി ശിക്ഷ നടപ്പിലാക്കണം റസൂലേ. സ്വഹാബത്ത് കുഴി കുഴിക്കുകയും മഹദി അതിലേക്ക് ഇറങ്ങി നിൽക്കുകയും കല്ലെറിഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. കല്ലെറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരു തുള്ളി രക്തം ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് തെറിച്ചു. അദ്ദേഹം ഒരു മോശപ്പെട്ട രൂപത്തിൽ, ഒരു വ്യഭിചാരിണിയുടെ രക്തമാണല്ലോ, ഒരു മോശപ്പെട്ട രൂപത്തിൽ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ് നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത് ഖാലിദ്. ലഖദ് താബത് തൗബതൻ, അവളൊരു തൗബ ചെയ്തിട്ടുണ്ട് ഖാലിദ്. ലൗ താബഹാ സാഹിബു മുക്സിൻ, ഒരു കൂമ്പാരക്കണക്കിന് തിന്മകൾ ചെയ്ത മനുഷ്യനാണ് അവൾ തൗബ ചെയ്തത് എങ്കിലും ലഹുഫിറ ലഹ്, അല്ലാഹു അത് മുഴുവൻ പൊറുത്തു കൊടുക്കുമാറ് ഉന്നതമായ തൗബയാണ് ഖാലിദ് ആ പെണ്ണ് നിർവഹിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് തൗബ. ഈ ഒരു മനസ്സാണ് ഈ റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്. നിസ്കാരത്തിന് ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല തൗബ. അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ എല്ലാവരും കൂട്ടി മൈതാനത്തൊക്കെ ഉസ്താദ് ഇങ്ങനെ മൈക്കയിൽ പ്രാർത്ഥിക്കുക, നമ്മളിങ്ങനെ ആമീൻ പറയുക, അതല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള ഖേദമാണ്. ചെയ്തു പോയ പാപങ്ങൾ ഹൃദയത്തെ അസ്വസ്ഥമാക്കലാണ് തൗബ. ചെയ്തു പോയ പാപങ്ങൾ, അതിൻ്റെ ഖേദം കാരണം അല്ലാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കലാണ് തൗബ. അങ്ങനെ ഒരു തൗബ ഈ റമളാനിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മളും നമ്മുടെ റബ്ബും മാത്രമാകുന്ന ഒരു സമയം ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ ഭാര്യ പോലും അറിയാത്ത, നമ്മുടെ ഭർത്താവ് പോലും അറിയാത്ത, നമ്മുടെ മക്കൾ പോലും അറിയാത്ത ഒരു സമയം ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ച് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ 30 ദിവസത്തെ റമളാൻ കൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറുമ്പോൾ ആമീൻ പറയുന്നു. 3 ആമീൻ പറഞ്ഞില്ലേ? 3 പ്രാർത്ഥനകളാണ്. ആരാണ് പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുകളുടെ കൂട്ടത്തിലെ നേതാവാണ്. ആരാണ് ആമീൻ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ? അതിലൊരു പ്രാർത്ഥന എന്താ? റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, ഒരു മനുഷ്യൻ ദുനിയാവിലും പരലോകത്തും നാശമടയട്ടെ. എന്താണ് കാരണം? ദഖല അലൈഹി റമളാൻ സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹ്, ഒരു റമളാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പുറത്തു കിട്ടിയില്ലല്ലോ. 29-30 ദിവസം ലഭിച്ചിട്ടും
ആത്മാർത്ഥമായ തൗബയിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ പാപങ്ങൾ പുറത്തു കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച് പ്രവാചകനത്തിന് ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പാപങ്ങൾ കഴുകിക്കളയുവാൻ ആത്മാർത്ഥമായ തൗബ അള്ളാഹുലേക്ക് ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രയെത്ര തെറ്റുകൾ ചെയ്തവരാണെങ്കിലും ശരി, എന്തെല്ലാം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും ശരി, എല്ലാം പുറത്തു തരാൻ അള്ളാഹു ഒരുക്കമല്ലേ. 100 മനുഷ്യരെ കൊന്നവന് പോലും അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തോട് അങ്ങേയറ്റം പാപങ്ങൾ ചെയ്ത എൻ്റെ അടിമകളോട് പറ റസൂലേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹു ഒരുക്കമാണ്. തൗബ ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാത്രിയിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാൻ പകലിൽ അള്ളാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. പകലിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാൻ രാത്രിയിൽ അള്ളാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തൗബകൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ സമുദായത്തിൽ ദുൽകിഫിൽ എന്നു പേരുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. ധാരാളം പാപങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ദുൽകിഫിൽ. 60 ദീനാർ എന്നൊരു വലിയ സംഖ്യ നൽകി, ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയാണ്, ഒരു വലിയ സംഖ്യ നൽകി വ്യഭിചാരത്തിന് വേണ്ടി അയാൾ ഒരു സ്ത്രീയെ ക്ഷണിച്ചു. വ്യഭിചാരത്തിന് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവളിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ദുൽകിഫിൽ ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു പാപം ചെയ്തിട്ടേയില്ല. അപ്പോൾ പണത്തിന് കുറച്ച് ആവശ്യമുണ്ട്, അതല്ല എങ്കിൽ ഇനി ഒരിക്കലും ഈ രൂപത്തിലുള്ള തെറ്റ് ഞാൻ ചെയ്യുകയില്ല. ദുൽകിഫിൽ ആ സംഖ്യ നൽകി വ്യഭിചരിക്കാതെ അവളെ പറഞ്ഞയച്ചു. എന്നാൽ അന്ന് രാത്രി മുഴുവൻ അയാളുടെ ആ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച്, അയാളുടെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് അയാൾ ഖേദിക്കാൻ തുടങ്ങി. അന്ന് രാത്രി മുഴുവൻ അയാൾ അള്ളാഹുവിലേക്ക് ഖേദപ്രകടനവുമായി കൈകൾ ഉയർത്തി. സുബഹിന് മുമ്പേ ആ മനുഷ്യൻ മരണപ്പെട്ടു. അയാളുടെ വാതിലിൽ എഴുതി വച്ചിരുന്നു, ഇന്നല്ലാഹ ഖദ് ഗഫറ ലിദിൽകിഫിൽ, അള്ളാഹു ദുൽകിഫിലിന് പുറത്തു കൊടുത്തിരുന്നു. അള്ളാഹു ദുൽകിഫിലിന് പുറത്തു കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവർ, ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തൊരു മനുഷ്യൻ, 40ഉം 45ഉം 50ഉം വർഷം തെറ്റിൽ അഭിരമിച്ച, തെറ്റിൽ മുങ്ങിക്കുളിച്ച ഒരു മനുഷ്യൻ ഖേദപ്രകടനവുമായി ഒരു രാത്രിയിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയപ്പോൾ, അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചപ്പോൾ തൻ്റെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുത്തുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരില്ലേ? പക്ഷെ തൗബ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? കണ്ണുകൾ കൊണ്ട് വ്യഭിചരിച്ചവരുണ്ട്, കാതുകൾ കൊണ്ട് വ്യഭിചരിച്ചവരുണ്ട്, ഹൃദയം അതിനു വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ, തൗബ ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോയി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ, തൗബ ചെയ്താൽ ഇത്രയും കാലം ചെയ്ത തിന്മകൾ നന്മയാക്കി മാറ്റിത്തരാമെന്നാണ്. 40 വർഷം 50 വർഷം തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യൻ, അയാൾ പിന്നീട് തൗബ ചെയ്ത് നല്ല ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ ഇത്രയും കാലം ചെയ്ത തിന്മകൾ മുഴുവൻ അള്ളാഹു നന്മയാക്കി തരാം എന്നാണ്. ഒരുപക്ഷെ 40 വർഷം 50 വർഷം നമ്മൾ ചെയ്ത നന്മകളേക്കാൾ തിന്മകളുണ്ടാവും. ആ തിന്മകൾ മുഴുവൻ നന്മയാക്കി തരാമെന്ന് പറയുമ്പോൾ എത്ര വലിയ ഓഫറാന്ന് ആലോചിച്ച് നോക്ക്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്യുന്ന ആളുകൾ അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു അവർക്ക് നന്മകൾ നൽകുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുവാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പാപങ്ങൾ കരിച്ചു കളയാൻ, പാപങ്ങൾ പൊറുക്കപ്പെട്ട് ലഭിക്കുവാൻ തൗബക്ക് പുറമെ വേറെയും ധാരാളം കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ ഈ റമളാനിൽ നമ്മൾ ശ്രമിക്കണം. അതിൽ ചിലത് മാത്രമൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ശിർക്കില്ലാത്ത ഒരു ജീവിതമാണ്.
അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവന് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. സ്വഹീഹായ ഖുദ്സിയായ ഒരു ഹദീത്തിൽ കാണാം, അള്ളാഹു പറയുന്നു, യബ്ന ആദം ഇന്നകമാ ദഅഉതനി വറജൗതനി, ഓ മനുഷ്യ, നീ എന്നെ മാത്രം വിളിക്കുകയാണെങ്കിൽ, എന്നിൽ മാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണെങ്കിൽ, ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി, നിന്നിലുള്ള മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തു തരാം, എനിക്കതൊരു പ്രശ്നമല്ല. യബ്ന ആദം ലൗ ബലഗതു ദുനൂബുക അനാനസ്സമായി, നിന്റെ പാപങ്ങൾ ആകാശ ചക്രവാളത്തോളം എത്തിയാലും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് എന്നോട് നീ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരാം, എനിക്കതൊരു പ്രശ്നമല്ല. യബ്ന ആദം ലൗ അതൈതുക ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈആ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ പാപങ്ങളുമായി നീ എൻ്റെ അരികിലേക്ക് വന്നാലും, എന്നിട്ട് എന്നെ കണ്ടുമുട്ടുമ്പോൾ എന്നിൽ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരും. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിച്ചാൽ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു കർമ്മം സ്വതക്ക നിർവഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു സ്വതക്കയുടെ മഹത്വങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്വദഖത്തു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉ അന്നാറ, വെള്ളം തീയിലേക്കൊഴിച്ച് തീയിനെ എങ്ങനെ കെടുത്തിക്കളയുമോ അതുപോലെ സ്വതക്ക പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. അത് 1 രൂപ നൽകിയാലും 5 രൂപ നൽകിയാലും 10 രൂപ നൽകിയാലും അതെല്ലാം പാപമോചനത്തിന് കാരണമാകും. റസൂലുള്ളാഹി പറഞ്ഞ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഈത്തപ്പനയുടെ ചീള് നൽകിയിട്ടെങ്കിലും ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്നാണ്. ഇനി അതില്ലാത്തവൻ ഫബികലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ, അതുപോലും സ്വതക്കയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ധാരാളം സ്വതക്കകൾ നൽകാൻ സാധിച്ചാൽ പാപമോചനം ലഭിക്കും. അതുപോലെ മൂന്നാമത്തെ ഒന്ന് സ്വലാത്തു തൗബയാണ്. സ്വലാത്തു തൗബ എന്ന് പറഞ്ഞാൽ തൗബയുടെ നിസ്കാരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മാമിൻ അബ്ദിൻ യുദ്നിബു ദംബൻ, ഒരടിമ ഒരു തെറ്റ് ചെയ്തു, ഫയുഹ്സിനു തുഹൂറ, എന്നിട്ട് നന്നായി ശുദ്ധി വരുത്തി, സുമ്മ യഖൂമു ഫയുസല്ലി റക്അതൈൻ, എന്നിട്ട് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഇല്ലാ ഗഫറല്ലാഹു ലഹു, അവൻ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. അല്ലാഹു അക്ബർ. അപ്പോൾ നമ്മളൊരു തിന്മ ചെയ്താൽ നന്നായി ശുദ്ധി വരുത്തുക. നന്നായി ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ ശരിയായ രൂപത്തിൽ വുളു എടുക്കുക എന്നർത്ഥം. ചില ആളുകൾ വുളു എടുക്കുമ്പോൾ കൈ കഴുകിയാലും മുട്ട് നനയൂല, കാല് കഴുകിയാലും എരിയാണി നനയൂല, മടമ്പ് നനയൂല, മുഖം കഴുകിയാലും ചെവിയുടെ അവിടെ നനയൂല. ആ രൂപത്തിലുള്ള വുളുവല്ല. ശരിയായ രൂപത്തിൽ വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഖേദം കാരണം അള്ളാഹുവിനോട് പാപമോചനം നടത്തിയാൽ അവൻ്റെ മുഴുവൻ പാപവും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ നിസ്കാരത്തിനെ കുറിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, യുഹ്സിനു ഫീഹിമ ദിക്റ വൽ ഖുശൂഅ, നല്ല രൂപത്തിൽ ദിക്ർ ചൊല്ലി നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ നടത്തണം. ഓ പ്രിയമുള്ളവരെ, ധാരാളം പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുല്ലു ബനി ആദമ ഖത്വാഉൻ വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്ക് സ്വലാത്തു തൗബ നമുക്കൊരു പരിഹാരമാണ്. അതുകൊണ്ട് ഈ റമളാനിൽ 1 തവണയെങ്കിലും അത് നിസ്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നന്നായി വുളു എടുത്ത് നല്ല രൂപത്തിൽ ഹൃദയ സാന്നിധ്യത്തോടു കൂടി 2 റക്അത്ത് നമസ്കരിച്ച് ഖേദപ്രകടനവുമുള്ള മനസ്സുമായി അള്ളാഹുവിനോട് കഴിഞ്ഞു പോയ പാപങ്ങൾക്ക് മുഴുവനായി ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കർമ്മമാണ് വീട്ടിൽ നിന്ന് വുളു എടുത്തിറങ്ങുക എന്നുള്ളത്. ഒരുപക്ഷേ നമ്മളെല്ലാവരും ധാരാളമായി ഒരുപാട് തവണ കേട്ടതായിരിക്കും. പക്ഷേ എന്നാലും ധാരാളം ആളുകൾ അതിൽ അശ്രദ്ധ കാണിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തത്വഹറ ഫീ ബൈത്തിഹി, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുകയും
സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, പിന്നെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഭവനത്തിലേക്ക് അഥവാ പള്ളിയിലേക്ക് നടന്നു. ലിയഖ്ലിയ ഫരീളത്തൻ മിൻ ഫറായിലില്ല, എന്തിനാണ് യാത്ര? ഫർള് നിസ്കരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ കാനത്ത് ഖത്വതാഹു, അവൻ്റെ 2 കാലടികൾ, ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅ, ഒന്നാമത്തെ കാലടിയിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും. വൽ ഉഖ്റ തർഫഉ ദറജ, രണ്ടാമത്തെ കാലടിയിൽ അവൻ്റെ ദറജ, അള്ളാഹുവിനടുക്കൽ അവൻ്റെ സ്ഥാനം ഉയരുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ നിന്നൊരു 100 അടി, ഒരു 200 അടി വെച്ചിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ എത്ര പാപങ്ങൾ പൊറുക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പൊറുക്കുവാൻ പഠിപ്പിച്ചു തന്ന മറ്റൊരു വിഷയമാണ് 4 ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ. എത്രയാണ് ആ ദിക്റിൻ്റെ മഹത്വം! അറബിയിൽ ആ ദിക്റിൻ്റെ മഹത്വം മാത്രം പറയുന്ന കിതാബുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൻ്റെ കൂടെ ഒരിക്കൽ നടന്നു പോകുന്നു. പ്രവാചകൻ്റെ കയ്യിലൊരു വടി കൊണ്ട് ഒരു മരത്തിലേക്ക് അടിച്ചു. അപ്പോൾ കുറേ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ വീണു. അവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇന്നൽ ഹംദലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി കമാ തസാഖത വറഖു ഹാദിഹി ഷജറ. ഈ മരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരടിമയുടെ പാപങ്ങളെ കൊഴിച്ചു കളയുന്നതാണ്. എത്ര സമയം വേണം നമുക്ക് ആ ദിക്ർ ചെല്ലാൻ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണത്, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണത്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണത്. ഒരു തവണ ഈ ദിക്ർ ചൊല്ലിയാൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിക്കപ്പെടുന്നതാണ്. ഒരു തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അവന് 20 കൂലി. ഒരു തവണ അല്ലാഹു അക്ബർ ചൊല്ലിയാൽ അവന് 20 കൂലി. ഒരു തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവന് 30 കൂലി. ഇത് നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മറ്റൊരു വഴിയാണ് 2 ദിക്റുകൾ. ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രാർത്ഥനയാണ്, 2 വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഭക്ഷണം അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഫൗസാൻ ഹഫ്ളഹുല്ല അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു ദിവസത്തിൽ നോമ്പ് തുറക്കാതെ 2ാമത്തെ ദിവസത്തിലേക്ക് ചേർത്തെടുക്കാൻ പറ്റുമോ? 2 ദിവസം ഒരുമിച്ച് നോമ്പെടുക്കാൻ പറ്റുമോ? അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല, അത് പ്രവാചകന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, നമുക്കങ്ങനെ പാടില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം? ആ ചോദ്യം വരുന്നത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നൊരു രാജ്യത്തു നിന്നാണ്. അപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തി പറയുന്നത്, നോമ്പ് തുറക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ്. ഒരു ഈത്തപ്പഴം ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കാം, പക്ഷെ അതുപോലും ഞങ്ങൾക്ക് കഴിക്കാനില്ല, അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ നോമ്പ് തുറന്നാൽ മതിയോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അദ്ദേഹം പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെ യൂട്യൂബിൽ കാണാം. ഞാൻ പറഞ്ഞ ഭക്ഷണം അല്ലാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, വെള്ളം കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് നന്ദി കാണിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. പക്ഷേ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. അതുപോലെ തന്നെ വസ്ത്രം ധരിച്ച് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ തൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നീ വലാ ഖുവ്വ എന്നൊരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. ഈ ദിക്ർ ചെല്ലാൻ നമുക്ക് എത്ര സമയം വേണം? ഒരു ദിവസം എത്ര തവണ വസ്ത്രം ധരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ് നമ്മൾ? ഒരു ദിവസം എത്ര തവണ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കണം. അതുപോലെ പാപങ്ങൾ പുറത്തു കിട്ടുവാനുള്ള മറ്റൊരു മാർഗമാണ് ബാങ്കിൽ
റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറയും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നവനെ കേൾക്കുന്ന സമയത്ത് ഒരാൾ പറയാണ്, അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹ്, അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഇത് എപ്പോഴാണ് പറയേണ്ടത്? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ കൂടുതൽ സൂക്ഷ്മതക്ക് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് 2ാം തവണയും പറഞ്ഞാൽ നമ്മളും അതിന് മറുപടി പറയും, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനുശേഷം വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ പുറത്തു കിട്ടുവാൻ പഠിപ്പിച്ച ഒരു പ്രത്യേക ഇസ്തിഗ്ഫാറുണ്ട്. ഇസ്തിഗ്ഫാറുകളെല്ലാം പാപങ്ങൾ പൊറുക്കുവാൻ കാരണമാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഇതൊക്കെ ഇസ്തിഗ്ഫാറുകളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, നാളെ പരലോകത്ത് തൻ്റെ ഏടിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ കാണുന്നവന് മംഗളം. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രത്യേക ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇതിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞത്, ഇത് ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വ ഇൻ കാന ഖദ് ഫറ മിനസ് സഹ്ഫ്, അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. യുദ്ധക്കളത്തിന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ വൻ പാപമാണ്. നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും സബഉൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങൾ. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ 7 വൻപാപങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കബായിർ, വൻപാപങ്ങൾ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. 100ഓളം വൻപാപങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 7 വൻപാപങ്ങൾ സബഉൽ മൂബിഖാത്ത്, ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന മഹാപാപങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോട്. ആ പാപം ചെയ്തവനാണെങ്കിലും ശരി ഈ ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. തൗബയുടെ ഒരു മനസ്സുമായി ആത്മാർത്ഥമായ ഖേദവുമായി അവൻ ഈ ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധാരാളം വാതിലുകൾ പാപമോചനത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കി പാപമോചനം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത്, കത്തിജ്വലിക്കുന്ന നരകത്തെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയ സന്ദർഭത്തിൽ, ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഗ്രന്ഥം മുന്നിൽ തുറന്നു വെക്കപ്പെട്ട സന്ദർഭത്തിൽ, നന്മകളും തിന്മകളും തൂക്കി നോക്കപ്പെടുന്ന സന്ദർഭത്തിൽ, കൊളുത്തുകളാൽ നിറയപ്പെട്ട വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു മുടിയേക്കാൾ നേർത്ത സിറാത്തിലൂടെ ആളുകൾ നടന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഏടുകളിൽ നമ്മുടെ പാപങ്ങൾ ബാക്കിയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഏടിൽ ബാക്കിയാകുന്ന രൂപത്തിൽ നിവർത്തി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പാപങ്ങൾ മുഴുവൻ കഴുകി വൃത്തിയാക്കുവാൻ, പാപമോചനം കരസ്ഥമാക്കുവാൻ, ആത്മാർത്ഥമായ തൗബകൾ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുന്നതോടുകൂടി നമ്മുടെ മുഴുവൻ പാപങ്ങളും നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന അവൻ്റെ നരകത്തിൽ നിന്നും നാം ഏവരെയും അവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് അവൻ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.